ബാക്ക് വിത്ത് പുതിയൊരു വീഡിയോ. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവർ വേണം, പിന്നെ ഓവറിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബട്ടർഫ്ലൈ കൂടെ. ബാക്കി എഡിറ്റിങ്സ് ഒക്കെ പിക്സാർട്ടിലാണ്. അപ്പോൾ പിക്സാർട്ടാണ് വേണം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ ഓൾ സെറ്റ് ആണെങ്കിൽ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫ്ലവർ സംഘടിപ്പിക്കണം നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മാക്സിമം ISO കുറച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്ക് ആക്കിയ രീതിയിൽ ഫോട്ടോ എടുക്കുക. പിന്നെ കുറച്ച് പൊന്തിച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല ബൊക്കെ വിരിയിക്കാൻ പറ്റും. ആ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഫോട്ടോ നല്ല മനോഹരമായിട്ട് അടിപൊളിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് അതിലൊരു ബെറ്റർ ഫോട്ടോ നമുക്ക് നേരെ നമ്മുടെ സ്നാപ്സീഡിൽ കൊണ്ടിട്ടിടാം. അപ്പോൾ അതേപോലെ സ്നാപ്സീഡിൽ വന്നിട്ട് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോയോട് കുറച്ചുകൂടി ഒരു മാക്സിമം ബ്ലർ കൂട്ടിയിടാനായിട്ട് ഹീലിംഗ് ടൂൾ വെച്ചിട്ട്, സോ നമ്മൾ സ്നാപ്സീഡിൽ ബ്ലർ ചെയ്യണമെന്നില്ല, ആ ഒരു പരിപാടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞു. സ്നാപ്സീഡ് വെച്ച് മാക്സിമം നമ്മൾ ഈ ഒരു ഫോട്ടോയെ ഈ കാണുന്ന പരുവത്തിൽ ആക്കിയെടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ഫോട്ടോ നേരെ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്ത് ഓൺ സ്പോട്ടിൽ നേരെ നമ്മുടെ പിക്സാർട്ട് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയെ ഇപ്പോൾ സ്നാപ്സീഡ് വെച്ച് ബ്ലർ ചെയ്തു. അപ്പോൾ എങ്ങനെ ബ്ലർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് പറയാതെ അടിച്ചിട്ട്. സോ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി നേരെ നമ്മൾ ഡ്രോയിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ലെയർ വൈസ് ആയിട്ട് ഫോട്ടോയെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലെയറിലേക്ക് നമുക്ക് ഇനി പറക്കാനായിട്ട് ഒരു ബട്ടർഫ്ലൈ കൊണ്ടുവരണം. അപ്പോൾ നേരെ ഗൂഗിളിൽ കയറിയിട്ട് ബട്ടർഫ്ലൈ PNG ഇമേജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആഡ് ടു ഫോട്ടോസ്. അപ്പോൾ ഈ ഒരു ഫോട്ടോയെ നേരെ നമുക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു PNG ഫയൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു വെള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ എറേസർ വെച്ചിട്ട് അതൊന്ന് മൊത്തത്തിൽ മായ്ച്ചെടുക്കാം. അപ്പോൾ മൊത്തം ബാക്ക്ഗ്രൗണ്ട് വായിച്ചിട്ട് നമുക്ക് ബട്ടർഫ്ലൈനെ മാത്രമാക്കി. അപ്പോൾ ആ ബട്ടർഫ്ലൈയിലെ ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് താഴത്തെ ഒരു ചെറിയ ബട്ടർഫ്ലൈ കൂടെ വെച്ചു. ക്രിയേറ്റിവിറ്റി നെക്സ്റ്റ് ലെവൽ. അപ്പോൾ താഴത്തെ ഒരു ചെറിയ ബട്ടർഫ്ലൈ കൂടെ വെച്ചു. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു ലൈറ്റ് എഫക്ട്സ് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മളെ ബ്രഷിൽ കയറിയിട്ട് ആ ബട്ടർഫ്ലൈയുടെ അതേ കളർ സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ ഡ്രോയിൽ വന്നിട്ട്, അതായത് ബ്രഷിൻ്റെ പ്രോപ്പർട്ടി ഹാർഡ്നെസ് മാക്സിമം കുറച്ചിട്ട് ഒരു പുതിയ ലെയർ കൂടെ ഉണ്ടാക്കുക. ആ പുതിയ ലെയറിലാണ് നമ്മൾ ഈ ലൈറ്റ് എഫക്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചെറിയൊരു വര വരയ്ക്കുക നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ശേഷം നേരെ നമ്മൾ ലെയറിൽ എത്തിയ ശേഷം ട്രാൻസ്ഫോം. അപ്പോൾ ഫ്രീ ട്രാൻസ്ഫോം അടിച്ചിട്ട് ഒന്ന് വലുതാക്കിയിട്ട് ബട്ടർഫ്ലൈയുടെ ബാക്കിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നേരെ നമ്മളെ ലെയറിൽ വന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ലൈറ്റ് എഫക്റ്റ് കൊടുത്ത ലെയറിന് താഴെ, അതായത് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ലെയർ ഏതിലാണോ കിടക്കുന്നത് അതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി വേണമെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ ലെയർ ജസ്റ്റ് ഒന്ന് മാറ്റി, ലെയർ ഓപ്ഷൻ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ഹാർഡ് ലൈറ്റിലൊന്ന് ഫിക്സ് ചെയ്യാം. ഹാർഡ് ലൈറ്റിൽ ഫിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു നാച്ചുറാലിറ്റി കിട്ടുന്നുണ്ട്. ഹാർഡ് ലൈറ്റിൽ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വലിയ ബട്ടർഫ്ലൈയിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെറിയ ബട്ടർഫ്ലൈയിലും ചെയ്യാം. അപ്പോൾ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കളർ വെച്ചിട്ട് ചെറിയ വര വരയ്ക്കുക. നേരെ ഫ്രീ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സൈസിൽ കൊണ്ടുവയ്ക്കുക. ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ലെയർ നേരെ ചെറിയ ബട്ടർഫ്ലൈൻ്റെ ലെയർ ഏതാണോ കിടക്കുന്നത് അതിന് താഴത്ത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ലെയർ പ്രോപ്പർട്ടി മാറ്റി കൊടുത്താൽ സെറ്റായി. ഇനി നമുക്ക് മെയിൻ സാധനം കൊണ്ടുവരണം, ഒരു പാർട്ടിക്കിൾ എഫക്റ്റ് കൂടെ കൊണ്ടുവരണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്ത എല്ലാ സംഭവത്തിൻ്റെ ലിങ്ക് താഴത്തുണ്ട്. അതായത് ബട്ടർഫ്ലൈ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതുപോലെ
അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾ. അപ്പോൾ പാർട്ടിക്കിൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴത്തുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പാർട്ടിക്കിൾ ഇതേപോലെ തന്നെ, അപ്പോൾ അതിന് മുന്നേ തന്നെ പാർട്ടിക്കിൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇമേജിനെ ഒന്ന് അപ്ലൈ ചെയ്യണം. കാരണം പാർട്ടിക്കിൾ നമുക്ക് ബ്ലെൻഡ് മോഡിൽ കളിക്കാനുണ്ട്. അപ്പോൾ ഡ്രോയിലുള്ള ഇമേജ് കാരണം മൊത്തം ഇതിത്തെ ലെയറിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞ ശേഷം നേരെ അപ്ലൈ കൊടുക്കുക. മൊത്തം അപ്ലൈ കൊടുത്തിട്ട് ബാക്ക് നമ്മുടെ പിക്സാർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് വരിക. പിക്സാർട്ടിൻ്റെ മെയിൻ ഹോമിലേക്ക് വന്നതിന് ശേഷം ആഡ് ഫോട്ടോ ഉണ്ടല്ലോ, അപ്പോൾ ആഡ് ഫോട്ടോ അടിച്ചിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ പാർട്ടിക്കിൾ ഇമേജ്. അപ്പോൾ പാർട്ടിക്കിൾ ഇമേജ് എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ആ പാർട്ടിക്കിളിനെ ജസ്റ്റ് നേരെ സേവ് ആഡ് ടു ഫോട്ടോ, ശേഷം നേരെ നമ്മുടെ പിക്സാർട്ടിൽ ആഡ് ഫോട്ടോ വെച്ചിട്ട് പിക്സാർട്ടിലേക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. റീസൈസ് ചെയ്യുക. റീസൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെർട്ടിക്കൽ രീതി, അതായത് ബട്ടർഫ്ലൈ പറക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ വെച്ചിട്ട് നമ്മൾ പാർട്ടിക്കിൾ വയ്ക്കുക. ശേഷം നേരെ ബ്ലെൻഡ് മോഡിൽ പോയിട്ട് ലൈറ്റൻ ഓർ സ്ക്രീന്, അപ്പോൾ നമുക്ക് ബ്ലെൻഡ് മോഡിൽ ലൈറ്റനിൽ ഫിക്സ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പോയി. ഇനി നമുക്ക് നേരെ ആ ബട്ടർഫ്ലൈ നേരത്തെ പറഞ്ഞല്ലോ, ആ പറക്കുന്ന ആ ഒരു ഷേപ്പിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവത്തെ ഫിക്സ് ചെയ്യുക. ശേഷം നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ ആ ഒരു ഇമേജിൻ്റെ സ്ക്വയർ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതായത് അതൊരു PNG ഫയൽ അല്ലാത്തതുകൊണ്ട് തന്നെ സ്ക്വയർ പോർഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ക്വയർ പോർഷൻസ് ഇത് സേവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ടോപ്പിൽ നിങ്ങൾക്കൊരു എറേസർ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ആ എറേസർ ഐക്കൺ വെച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ ഓൾ ക്ലിയർ, റെഡി. ഇനി വേണമെങ്കിലും നമുക്ക് പിക്സാർട്ടിൽ വെച്ചിട്ട് തന്നെ ഫോട്ടോ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക. വേണ്ട, നമുക്കൊരു പ്രൊഫഷണൽ രീതിയിൽ നേരെ നമുക്ക് ലൈറ്റ് റൂമിൽ തന്നെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ലൈറ്റ് റൂമിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് എവിടെയുണ്ടെങ്കിൽ പോപ്പപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ചാനൽ കയറി നോക്കിയാൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യട്ടോ. കാരണം ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വരുന്നുണ്ട്. അപ്പോൾ നേരെ ഫോട്ടോ സേവ് ചെയ്ത ശേഷം ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക. കഴിഞ്ഞു. അപ്പോൾ മൊത്തം പരിപാടി കഴിഞ്ഞു. അപ്പോൾ പഴയ ഫോട്ടോ ഇത്, പുതിയ ഫോട്ടോ ഇത്. അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു ചെറിയ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നല്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഓവർലേയിൽ നമുക്ക് ഒരുപാട് ഐഡിയകളുണ്ട് ഫോട്ടോഗ്രാഫിയിൽ. അപ്പോൾ അതിലൊരു ചെറിയൊരു ഐഡിയ മാത്രമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ടാഗ് ചെയ്ത് അടിപൊളി ഫോട്ടോ ആണെങ്കിൽ നമുക്ക് നേരെ നമ്മളെ സ്റ്റോറിയിലൊന്ന് ഫീച്ചർ ചെയ്യാനേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ വരും. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ വരണം. അപ്പോൾ ഓൾ സെറ്റാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ലൈക്ക് ബട്ടണും ഷെയറും ഒക്കെ ചെയ്യുക. സോ സ്റ്റേ ക്രിയേറ്റീവ് ആൻഡ് ഗെറ്റ് സിംപ്ലിഫൈഡ് ബൈ സബ്സ്ക്രൈബിങ്. ബി സിമ്പിൾ. അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം.